ഹലോ ഹായ് നമസ്കാരമുണ്ട്. റിൻഷാദാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ കണ്ടത്. നമ്മുടെ ഒരു അടിപൊളി വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. രാജ്യം ഒരു വ്യാപാര യുദ്ധത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വോട്ടർ ലിസ്റ്റിൽ ക്രമക്കേട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് രാജ്യത്തൊരു കലാപം ഉണ്ടാക്കാനാണോ? ഇലക്ഷന് മുമ്പ് തന്നെ എല്ലാ പാർട്ടികൾക്കും ഫൈനൽ വോട്ടർ ലിസ്റ്റുകൾ കിട്ടാറുണ്ട്. ആ സമയത്തൊന്നും തന്നെ ഒരു വാദവും ഉന്നയിക്കാതെ എന്തിനാണ് രാജ്യം ഒരു വ്യാപാര യുദ്ധത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് രാഹുല് രംഗത്ത് വന്നത്? ഡൊണാൾഡ് ട്രംപിനോട് കൊട്ടേഷൻ വാങ്ങി രാജ്യത്ത് കലാപം ഉണ്ടാക്കാനാണോ രാഹുലിന്റെ ഈ പച്ചക്കള്ളം വിളിച്ച് പറയലേ? നമ്മളെ അഭിപ്രായം എന്റെ പൊന്നു സുഹൃത്തെ, ഇപ്പൊ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നമല്ല. ഈ അമേരിക്ക എന്ന് പറഞ്ഞ തമിഴില്ലാ രാജ്യം നമുക്ക് മറ്റേ ഇരട്ടത്താപ്പല്ല, അതല്ല പ്രശ്നം. അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത് അതിന് മാത്രമുള്ള സോഴ്സ് ഉണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷെ അതിലും വലിയ പ്രശ്നമാണ് ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കി ജനങ്ങളുടെ മണ്ട കീറി ഇരിക്കുന്ന ചില രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞത്. അപ്പം അവരല്ലേ പ്രശ്നക്കാർ. അതിനെ പറ്റി സംസാരിക്കാണ്ട് എന്ത് തേങ്ങയാടോ സംസാരിക്കുന്നത്? എന്തായാലും അവൻ്റെയൊക്കെ തലച്ചോറ്. ഇനിയിപ്പോൾ ഈ വോട്ട് കട്ടെടുക്കണമെന്ന് എന്താ ഉണ്ടാവുക ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, കാരണം കൊറിയ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ഇന്ന് ഏറ്റവും വലിയ നരക തുല്യമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യം. സ്വച്ഛാധിപതി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സ്വച്ഛാധിപതി വേറെ ഉണ്ടാവില്ല. അത്രയും സൂപ്പർ ഭരണാധികാരിയാണ്. അതേ ഒരു ലെവലിലോട്ടല്ലേ പോകാം. കാരണം കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പോസ്റ്റർ ഇറക്കിയപ്പോൾ പോലും മഹാത്മാഗാന്ധിജി എന്ന മഹാമനുഷ്യനെ താഴ്ത്തിക്കെട്ടി അവരുടെ ആളെ പൊക്കിയെടുത്ത ആൾക്കാരാണ്. എന്തോന്നടേ, ആരുടെ ന്യായീകരിക്കണം നിങ്ങളൊക്കെ? മറ്റൊരോട് പറഞ്ഞാൽ തന്നെ തിന്നുമ്പോൾ നല്ല ചാണകം തിന്നാം, നല്ല പശുവിൻ്റെ. ഓക്കെ, സൂലാൻ.